ഗോസ്റ്റിങ് നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളൊരു വാക്ക് തന്നെയാണ് അല്ലേ. ഇപ്പോൾ ഈ അടുത്തായിട്ട് എനിക്ക് തോന്നണു പണ്ട് കാലത്ത് ഷുഗർ പ്രഷർ എന്നൊക്കെ പറയണ മാതിരി ഇപ്പോൾ ഡിപ്രഷൻ, ആൻസൈറ്റി അതും കടന്ന് ഇപ്പോൾ നാർസിസിസ്റ്റ്, ടോക്സിക്, ഈ പറഞ്ഞ മാതിരി ഗോസ്റ്റിങ്, ഈ ലെവലുള്ള സാധനങ്ങളാണ് ഇപ്പോൾ കയറി കളിക്കുന്നത്. അപ്പോൾ ഇത് സത്യം പറഞ്ഞാൽ അന്നൊന്നും ഇതിൻ്റെ പേരറിയില്ലായിരുന്നു. ഇപ്പോൾ ഇതിനൊക്കെ പേര് കിട്ടിയ കാരണം കൊണ്ട് ഇഷ്ടം പോലെ നമുക്ക് ടോക്കും കിട്ടുന്നുണ്ട് അല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ കുറച്ചായിട്ട് ഒരു 3-4 മാസമായിട്ട് എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. ഒരു റിപ്പീറ്റഡ് ആയിട്ട് ഇതേ ഒരു സാധനം വന്ന കാരണം കൊണ്ടാണ് കേട്ടോ, അല്ലാതെ ഈ അനുഭവിക്കുന്ന അത്ര രസമുള്ളൊരു കാര്യമല്ല. മുമ്പ് തന്നെ പറയണം. മാം, ഈ ഗോസ്റ്റിംഗ് ഉള്ള ഒരു സിറ്റുവേഷനിൽ ആ ആൾ തിരിച്ചു വരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഒരു 4ാമത്തെ ആളാണ് എനിക്ക് ഇതേ ഒരു കാര്യത്തിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചത്. ഒന്ന്, നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെയിൻഫുൾ ആയിട്ടുള്ള ആ മൊമെൻറ്റ് എത്രമാത്രമാണ്? നിങ്ങളതൊരു 1 to 10 സ്കെയിൽ ചെയ്യുകയാണെങ്കിൽ എത്രമാത്രം ഉണ്ട്? ഹെവി അല്ലേ? എന്തിനാണെന്നറിയാതെ നിൽക്കുന്ന ഒരു പെയിൻ ഉണ്ടല്ലോ, ആളിന് തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് അതേമാതിരി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഡൗട്ടല്ലേ? ഫെയർ ഇല്ലേ? ഓക്കെ, എപ്പോഴും എടുത്തു ചാടുന്നതിന് മുമ്പ് എന്ത് സിറ്റുവേഷനാണെന്ന് അറിയണേ. വല്ല ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് എന്തെങ്കിലും കിടക്കുമായിരുന്നു എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ സിറ്റുവേഷൻ മനസ്സിലാക്കിയ ശേഷം നമ്മുടെ മൈൻഡ് പറയും നമ്മളോട് ശരിക്കും, കാരണം അത്ര പെയിൻഫുള്ളായ മൊമെൻറ്റ് കൂടെ പോയത്. നമ്മൾ ആ ആക്സെപ്റ്റ് ചെയ്യണം ഈ ഗോസ്റ്റിംഗ് എന്നുള്ളൊരു കാര്യത്തിന്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ.